ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജയായ ഒരു എഴുത്തുകാരിയെ കർണാടകയിലെ ഒരു എയർപോർട്ടിൽ മണിക്കൂറുകളോളം പിടിച്ചു നിർത്തിയ വാർത്ത നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നിതാഷ കൗൾ എന്നാണ് അവരുടെ പേര്. ഈ പറയുന്ന നിതാഷ കൗൾ ലണ്ടൻ ആസ്ഥാനമായുള്ള ഒരു അക്കാദമിക് എഴുത്തുകാരിയും അതുപോലെ കവയിത്രിയും കൂടാതെ ഒരു പ്രൊഫസറുമാണ്. ഇവർ ശ്രീനഗറിലുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് കുടിയേറിയ കുടുംബമാണ്. അവിടെയാണ് ഈ പറയുന്ന നിതാഷ കൗൾ ജനിച്ചതും. സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം ഡൽഹിയിലായിരുന്നു. ഇന്ത്യയിൽ തന്നെയുള്ള ഒരു കോളേജിലാണ് അവർ ഡിഗ്രി എല്ലാം ചെയ്തതും. അതിനുശേഷം 97-ൽ PG ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് പോയത്. പിന്നീട് അവർ ഇംഗ്ലണ്ടിലെ പൗരത്വം നേടി അവിടെ തന്നെയായിരുന്നു താമസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്ക് OCI ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാർഡ് ഇന്ത്യൻ വംശജർക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഒന്നാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വിസയൊന്നും വേണ്ട ഇന്ത്യയിലേക്ക് വരാൻ. ഏത് സമയത്തും ഈ കാർഡ് ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് സന്ദർശിക്കാം. ഇവർ ബാംഗ്ലൂർ എത്തിയത് കർണാടക സർക്കാരിന്റെ കൺവെൻഷനിൽ കർണാടക ഗവൺമെന്റിന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിൽ വന്നതായിരുന്നു. ഇവർ ബാംഗ്ലൂരിലെ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് അവരെ എമിഗ്രേഷനിൽ കുറച്ചു സമയം പിടിച്ചു നിർത്തുകയും അതുപോലെ തന്നെ അവരെ ലണ്ടനിലേക്ക് തിരിച്ചു പറഞ്ഞയച്ചതും മറ്റുണ്ടായത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. തനിക്ക് ഇന്ത്യയിൽ പ്രവേശനം നിഷേധിച്ചുവെന്നും ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്നും തന്നെ നാട് കടത്തിയെന്നുമൊക്കെ. ഇവരോട് എന്താണ് ഇന്ത്യക്ക് ഇത്ര വിരോധം? ഇവരെ നാട് കടത്താൻ മാത്രം എന്ത് രാജ്യദ്രോഹ കുറ്റമാണ് ഇവർ ചെയ്തത്? കാര്യം ശരിയാണ്, ഇവർ ഒരു ആന്റി ഇന്ത്യൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ നിന്നും ലഭിച്ച ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തിരിച്ചയച്ചത്. ഒരിക്കൽ നിതാഷ കൗൾ ട്വിറ്ററിൽ കാശ്മീരിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ പറയുന്നത് ഇതാണ്: കാശ്മീരിനെ ഇന്ത്യ അടക്കി വെച്ചിരിക്കുകയാണ്. കാശ്മീർ സ്വതന്ത്രമായ ഒരു പ്രദേശമാണ്. അത് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെയോ ഒരു സ്വകാര്യ സ്വത്തല്ല. അതിനാൽ തന്നെ ഇന്ത്യക്കെതിരെ ഒരുപാട് പോസ്റ്റുകൾ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒന്നുണ്ട്. മറ്റുള്ള രാജ്യത്ത് ഇരുന്നു കൊണ്ട് സ്വന്തം രാജ്യത്തെ കുത്തുന്നത് ചിലരുടെ ഒരു ഹോബിയാണ്. ഇന്ത്യ വിട്ട് മറ്റു രാജ്യത്ത് ചേക്കേറുന്നവർ ഇനി അവിടെ നല്ല ജോലി എല്ലാം കിട്ടി അവിടുത്തെ പൗരത്വവും കിട്ടിയിരിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇടും. ആ രാജ്യവുമായി പിന്നെ ഇന്ത്യയെ കമ്പയർ ചെയ്തു തുടങ്ങും. ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഏതൊരു രാജ്യത്ത് ചെന്ന് സ്ഥിര താമസമാക്കിയാലും അവിടുത്തെ സംസ്കാരമോ ഭാഷയോ വസ്ത്രധാരണമോ ഉൾക്കൊണ്ടാലും അവിടുത്തെ പൗരത്വം സ്വീകരിച്ചാലും ജന്മം കൊണ്ട് നമ്മളൊരു ഇന്ത്യക്കാരിയോ ഇന്ത്യക്കാരനോ ആണ്. നമ്മൾ അവരിൽ ഒരാളാകാൻ ശ്രമിച്ചാലും അവർ നമ്മളെ ആ കണ്ണുകൊണ്ടല്ല കാണുക. ഇനി എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അവിടുത്തെ സംസ്കാരമാകട്ടെ, നല്ലതാണ്. ചില കമ്പാരിസൺ നമ്മുടെ രാജ്യത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, നല്ലതാണ്. എന്നാൽ നമ്മുടെ രാഷ്ട്രത്തെ താഴ്ത്തി കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അപലപിച്ചുകൊണ്ട് മറ്റു രാജ്യത്ത് നിന്ന് പോസ്റ്റ് ഇടുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ പറയുന്ന UK ആണെങ്കിലും UAE ആണെങ്കിലും US ആണെങ്കിലും എല്ലാം തികഞ്ഞ രാജ്യങ്ങളാണോ? അവിടെ നിന്നും ആ രാജ്യത്തെയോ ഭരണാധികാരികളെയോ കുറ്റം പറഞ്ഞുകൊണ്ട് എഴുതാനോ പോസ്റ്റ് ഇടാനോ കഴിയില്ല. ഇത് നന്നായി തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തെ മറ്റു രാജ്യത്തിരുന്നു കൊണ്ട് രാജ്യത്തെയും ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്തുക, ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ ഇടുക. ഇങ്ങനെ രാജ്യവിരുദ്ധമായി പോസ്റ്റ് ഇടുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ നിന്ന് നാട് കടത്തിയ തെറ്റ് ഞാൻ ഒന്നും കാണുന്നില്ല. എന്നാൽ കേരളത്തിലെ ചില മുസ്ലിം മാധ്യമങ്ങൾ ഇവരെ അനുകൂലിച്ചു കൊണ്ടുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. യഥാർത്ഥത്തിൽ കർണാടക ഗവൺമെന്റ് ഇവരെ ക്ഷണിച്ചത് തന്നെ ഒരു തെറ്റാണ്. ഇന്ത്യയെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പറയാനുള്ള അധികാരമില്ല. എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സംബന്ധമായ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുവാനാണ് നിതാഷ കൗൾ ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് ചേക്കേറിയിട്ടുള്ള കുറച്ച് വിഭാഗക്കാർ മാത്രം ചില വിദേശ ശക്തികളുടെയോ അല്ലെങ്കിൽ NGOയുടെയോ പണം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയെ കുറ്റപ്പെടുത്തി സംസാരിക്കും. ഇന്ത്യ കൊണ്ടുവരുന്ന എന്ത് പദ്ധതിയാകട്ടെ ഇന്ത്യക്കെതിരെ തിരിഞ്ഞുകൊണ്ട് ആന്റി ഇന്ത്യൻസ് ആയിട്ട് പോസ്റ്റ് ഇടും.
എന്നിട്ട് ഇന്ത്യയിലേക്ക് വിസിറ്റിങ്ങിന് വരും. കാരണം ജന്മം കൊണ്ട് ഇന്ത്യയിലായതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇന്ത്യയെ വിടാൻ പറ്റില്ലല്ലോ. കുടുംബവും കുടുംബക്കാരും ഇവിടെയല്ലേ. ഇത്തരക്കാർക്കുള്ള ഒരു മറുപടിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. രാജ്യവിരുദ്ധ പോസ്റ്റ് ഇടുന്നവർക്ക് രാജ്യത്ത് പ്രവേശിക്കാനുള്ള അവസരം നൽകരുത്. ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഇതിന് ഇത്രത്തോളം വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല. പോരാത്തതിന് ഇനി ഇങ്ങനെ രാജ്യവിരുദ്ധമായി മറ്റു രാജ്യത്ത് ഇരുന്നു കൊണ്ട് പോസ്റ്റ് ഇടുന്നവർക്ക് ഇത് ഒരു പാഠമാകുകയും കൂടെയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു ഇന്ത്യക്കാരിയായി ജനിച്ചതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു.